അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സാധാരണ എല്ലാ ചൊവ്വാഴ്ചകളിലും അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന പഠന ക്ലാസ്സാണ് നടക്കാറുള്ളത്. സവിശേഷമായ ഈ സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട സുപ്രധാനമായൊരു വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധമായ ഹറമിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഒരുപക്ഷേ എൻ്റെ ഈ സംസാരം ശ്രദ്ധിക്കുന്ന പല ആളുകളുടെയും വീടുകളിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ പോയ ആളുകളുണ്ടാകാം. പരിചയത്തിലുള്ളവർ, ബന്ധത്തിലുള്ളവർ, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട പലരും പരിശുദ്ധമായ മക്കയിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അവർ ഇടം പിടിക്കേണ്ടതുണ്ട്. പ്രയാസങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, തടസ്സങ്ങളൊന്നുമില്ലാതെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അത് നാം മറക്കാതെ നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാമിലെ ഏറെ മഹത്വമേറിയ പ്രാധാന്യമുള്ള വിഷയമാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹജ്ജ് അത് സ്വീകാര്യമാണ് എങ്കിൽ അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്താണ്. മബ്റൂറായ ഹജ്ജിന്, അഥവാ അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല. നോക്കൂ നിങ്ങൾ, ഹജ്ജിൻ്റെ മഹത്വം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് ചെയ്യുകയാണ്, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യുകയാണ്. അവൻ ഹജ്ജ് ചെയ്യുമ്പോൾ അവൻ സ്ത്രീ പുരുഷ സംസർഗമോ അതേപോലെ തന്നെ ദുർവൃത്തികളോ ചെയ്യാതെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചാണ് അയാൾ ഹജ്ജ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവൻ മടങ്ങുന്നത്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചവൻ മടങ്ങുന്നത് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ പാപസുരക്ഷിതനായിക്കൊണ്ടായിരിക്കും, തെളിഞ്ഞ ഹൃദയത്തിൻ്റെ ഉടമയായിട്ടായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇസ്ലാമിൽ ജിഹാദിനുള്ള സ്ഥാനം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് എന്ന് നമുക്കറിയാം. ആ ജിഹാദിനേക്കാൾ മുകളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനെ വിശദീകരിച്ച സമയങ്ങളുണ്ട്. പ്രവാചക തിരുമേനിയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ളൽ, നബി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അപ്പം നബി പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനുമുള്ള വിശ്വാസമാണ്. പിന്നെ ഏതാണ്? അപ്പം നബി പറഞ്ഞു, ജിഹാദുൻ ഫീ സബീലില്ലാ,
അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്. പിന്നെ ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഹജ്ജുൻ മബ്രൂർ, മബ്രൂറായ ഹജ്ജാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്നാൽ മറ്റു ചില ഹദീത്തുകളിൽ ജിഹാദിനേക്കാൾ മഹത്വം ഹജ്ജ് കർമ്മത്തിനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂലെ, ജിഹാദ് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, അങ്ങനെയാണ് ഞങ്ങളതിനെ മനസ്സിലാക്കുന്നത്, അതിനാൽ ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആവശ്യമില്ല, എന്നാൽ ഏറ്റവും മഹത്തായ ജിഹാദ് പരിശുദ്ധമായ ഹജ്ജാണ് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ച ഹദീത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീത്തുകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഹജ്ജിൻ്റെ പ്രാധാന്യമാണ്, ഹജ്ജിൻ്റെ മഹത്വമാണ്, ഹജ്ജിന് പരിശുദ്ധ ഇസ്ലാമിലുള്ള സ്ഥാനമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ശുദ്ദുർ റിഹാല ഫിൽ ഹജ്ജ് ഫഇന്നഹു അഹദുൽ ജിഹാദൈൻ. ഉമർ അല്ലാഹുവിൻ്റെ വാചകമാണ്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി വാഹനം തയ്യാറാക്കുവീൻ, നിശ്ചയം അത് 2 ജിഹാദുകളിൽപ്പെട്ട ഒന്നാണ് എന്ന് ഇമാം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ബുഖാരിയാണ് ഇത് റിവായത്ത് ചെയ്യുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഹജ്ജ് നമ്മൾ ചെയ്യുന്നതിലൂടെ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, ഇതെല്ലാം ഹദീത്തുകളിൽ വന്നിട്ടുണ്ട്. ആ ഹജ്ജ് ചെയ്യാൻ വിശ്വാസികളായ ആളുകൾ ധൃതി കാണിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. ഇത് നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ഇന്ന് മക്കയിൽ എത്തിച്ചേരാത്ത, മക്കയിലെത്താൻ അവസരം കിട്ടിയിട്ടില്ലാത്ത, ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ട ചില ഹദീത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. എന്താ നബി പറയുന്നത്? ഹജ്ജ് ചെയ്യാൻ ധൃതി കാണിക്കണം എന്നാണ്. പല ആളുകളും ഹജ്ജിന് വലിയ താല്പര്യം കാണിക്കാറില്ല. അത് പ്രായമായാൽ, വയസ്സായാൽ ചെയ്യേണ്ട ഒരു കർമ്മമായിക്കൊണ്ടാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണ മുമ്പ് കാലത്തൊക്കെ ഹജ്ജിന് പോകുക പ്രായമായി നടക്കാനൊക്കെ പ്രയാസം ഉണ്ടാകുന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ആരാധനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ആരാധനകളുടെ കൂട്ടത്തിൽ ഒരൽപ്പം ആരോഗ്യം അനിവാര്യമായ ഇബാദത്ത് ഏതാ? അത് ഹജ്ജാണ്, അല്ലേ? നമസ്കരിക്കുന്നതിനേക്കാൾ, നോമ്പ് നോൽക്കുന്നതിനേക്കാൾ, അതേപോലെ സക്കാത്ത് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഒന്ന് ആരോഗ്യം ആവശ്യമുള്ള ഇബാദത്ത് അത് ഹജ്ജാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്യണമെന്നാണ്. ഹജ്ജിനെ പിന്തിപ്പിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. നബി പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലേക്കാണ്, ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഞങ്ങളോട് ഖുത്ബ പറയായിരുന്നു, സംസാരിക്കായിരുന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു. അല്ലാഹു നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം നബിയോട് അള്ളാഹു ജനങ്ങളെ വിളിക്കാൻ പറഞ്ഞില്ലേ, വഅദ്ദിൻ ഫിന്നാസി യഅതൂക വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞതാ, ഇബ്രാഹിം നീ എന്ത് ചെയ്യണം? നീ ജനങ്ങളെ വിളിക്കണം, ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക. നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞൊട്ടകങ്ങളുടെയും പുറത്ത് കയറിയും അവരെന്ത് ചെയ്യും? നിന്റെ അടുത്ത് വന്നുകൊള്ളും, അവർ ഹജ്ജിന് വരും. ഹജ്ജിന് വിളിക്കാൻ ഇബ്രാഹിം നബിയെ ആഹ്വാനം ചെയ്തത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഹജ്ജിനെ നീട്ടിവെക്കാൻ പാടില്ല. ഖുർആനിൽ അള്ളാഹു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഹജ്ജിന് ബാഅത്തെത്തിയാൽ, ഹജ്ജിന് ശേഷിയുണ്ടായാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് ഖുർആൻ കൽപ്പിച്ചു. അതേപോലെ തന്നെ ഹദീത്തുകളിൽ ഹജ്ജ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. അതുകൊണ്ട് തന്നെ ഹജ്ജിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്തിപ്പിക്കാൻ പാടില്ല, പിറകോട്ട് വെക്കാൻ പാടില്ല. നബി പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി യഅനി അൽ ഫരീള ഫഇന്ന അഹദകും ലാ യദ്രി മാ യഅരിദു ലഹു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വേഗം നിങ്ങൾ ഹജ്ജ് ചെയ്യണം. കാരണം അവിചാരിതമായി തനിക്ക് എന്താണ് സംഭവിക്കുക, നാളെ എന്താ നമുക്ക് സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. നബി പറഞ്ഞു, കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആള്, ശേഷിയുണ്ടായിട്ട് ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി കൊണ്ടൊക്കെ കഴിവുണ്ട്, യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഇതൊക്കെയുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു അടിമ
അവൻ്റെ ശരീരത്തിന് നാം സൗഖ്യം നൽകുകയും ഉപജീവന മാർഗം വിശാലമാക്കുകയും ചെയ്തു. 5 വർഷം തികഞ്ഞിട്ടും എൻ്റെ അടുക്കിലേക്ക് അവൻ യാത്ര പോന്നിട്ടില്ല എങ്കിൽ, അഥവാ ഹജ്ജ് നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ നന്മയിൽ നിന്ന് തടുക്കപ്പെട്ടവനാകുന്നു എന്ന് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റും. നന്മയിൽ നിന്ന് തടുക്കപ്പെട്ടവനാണ് ആര്? ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആള്. അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? മനസ്സ് കാണിക്കണം, തയ്യാറാകണം. മനസ്സിലായി? നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും നമ്മൾ ഒരുക്കാറുണ്ട്. അതേപോലെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ ഹജ്ജ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായ ഒരു മനുഷ്യന്റെ മേൽ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമാക്കിയ ആരാധനയാണ്, ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളത്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, അതേപോലെ തന്നെ മറ്റുള്ള നിർബന്ധമാക്കപ്പെട്ട ഇബാദത്തുകൾ നമുക്കറിയാം. അതേപോലെ അല്ലാഹു നിർബന്ധമാക്കിയ ശാരീരികമായി, സാമ്പത്തികമായി, അതേപോലെ തന്നെ മാനസികമായിട്ടൊക്കെ ശേഷിയുള്ളയാൾ, കഴിവുള്ളയാൾ മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അവൻ്റെ മേൽ ഹജ്ജ് നിർബന്ധമാണ്. പൈസ ഉണ്ടായാൽ മാത്രം പോരാ, യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകണം. അതേപോലെ തന്നെ ശാരീരികമായി കൊണ്ട് അവിടെ പോയി അത് ചെയ്യാനുള്ള കഴിവുണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് നിർബന്ധമാണ്? ഹജ്ജ് നിർബന്ധമാണ്. ആ ഹജ്ജ് ചെയ്യുന്നതിലൂടെ വലിയ പ്രതിഫലങ്ങളാണ് വിശ്വാസികളായ ആളുകളെ കാത്തിരിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, കുൻതു ഖായിദൻ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദി മിനൻ. ഞങ്ങൾ മിനയിലുള്ള മസ്ജിദിൽ നബിയുടെ കൂടെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫഅതാഹു റജുലൻ മിനൽ അൻസാരി വറജുലുൻ മിൻ സഖീഫ്. സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരാളും അൻസാറുകളിൽപ്പെട്ട ഒരാളും എന്ത് ചെയ്തു? ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അവർ ഞങ്ങളോട് സലാം പറഞ്ഞു. എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ജിഅന നസ്അലുക, നബിയെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ചോദിക്കാൻ അനുവാദം കൊടുത്തു. അപ്പൊ അൻസാറുകളിൽപ്പെട്ടയാള്, സഖീഫ് ഗോത്രത്തിൽപ്പെട്ടയാള് അൻസാറുകളിൽപ്പെട്ടയാളോട് ചോദിക്കാൻ, നബിയോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നത് ഇന്ന കാര്യം ചോദിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നത് ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാൽ എന്താണ് അവന് ലഭിക്കുക അതറിയാൻ വേണ്ടിയല്ലേ? അതേപോലെ തന്നെ അവൻ തവാഫ് ചെയ്താൽ അവൻ തവാഫിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ, അവൻ സഈ ചെയ്താൽ, സഫയുടെയും മർവയുടെയും ഇടയിൽ സഈ ചെയ്താൽ എന്താണ് അവന് ലഭിക്കുക? അവനുള്ള പ്രതിഫലം എന്താണ്? അതറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്? അറഫയിൽ നിന്നാൽ, ജംറകളിൽ കല്ലെറിഞ്ഞാൽ, അതേപോലെ തന്നെ ബലിയറുത്താൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുക? അതറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നത്? അതേപോലെ തന്നെ മുടി കളഞ്ഞാൽ, അതേപോലെ തന്നെ തവാഫുൽ ഇഫാദ നിർവഹിച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്താൽ അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് എന്നറിയാനും മനസ്സിലാക്കാനും വേണ്ടിയല്ലേ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, വല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ പ്രവാചകനായി നിയോഗിച്ച അല്ലാഹു തന്നെയാണ് സത്യം. അൻ ഹാദാ ജിഅതു അസ്അലുക, ഞങ്ങൾ ഇത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി തന്നെയാണ് വന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നാൽ അയാൾക്ക് ലഭിക്കുന്ന മഹത്വം എന്താണ്, അയാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്. പ്രവാചകൻ പറഞ്ഞു, ഫഇന്നക ഇദാ ഖറജ്ത മിൻ ബൈതിക തുഉമ്മുൽ ബൈത്തൽ ഹറാമ ലാ തലഉ നാഖതുക ഖുഫൻ വലാ തർഫഉഹു ഇല്ലാ കതബല്ലാഹു ലക ബിഹി ഹസനതൻ വമഹാ അൻക ഖതിഅതൻ. നിങ്ങളിൽ ഒരാൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വാഹനപ്പുറത്ത് കയറി, അവൻ ഹജ്ജിനെ ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അവൻ പുറപ്പെടുകയാണ്, യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ യാത്ര തുടങ്ങുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരു കാലടിയും അവൻ്റെ മൃഗത്തെയും കൊണ്ട്, അവൻ്റെ യാത്രാ വാഹനവും കൊണ്ട് അവൻ്റെ ഒരു കാലടിയും വെക്കുന്നില്ല. എങ്ങനെയല്ലാതെ അവൻ്റെ ഒരു പദവി ഉയർത്തപ്പെടാതെ, അവൻ്റെ ഒരു പാപം മായ്ക്കപ്പെടാതെ, അവനൊരു നന്മ രേഖപ്പെടുത്താതെ. നോക്കൂ നിങ്ങൾ, ഹജ്ജിന്റെ യാത്ര ആരംഭിക്കുന്ന ആ സമയം മുതൽ, എവിടെ നിന്നാണ് ഒരാൾ ഹജ്ജിന് വേണ്ടി യാത്ര തുടങ്ങുന്നത്, അവിടെ മുതൽ അവന് പ്രതിഫലം ആരംഭിക്കുകയാണ്. അവൻ്റെ പാപങ്ങൾ, അവൻ്റെ ഓരോ കാലടിയിലും അവൻ്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. അതേപോലെ തന്നെ അവൻ്റെ ദറജ വർദ്ധിക്കുന്നു, അവന് നന്മകൾ രേഖപ്പെടുത്തുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇന്ന് നബി പറഞ്ഞു, വഅമ്മാ റകഅതക ബഅദ തവാഫി
മിൻ ബനി ഇസ്മായിൽ, തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് നമസ്കാരം, ആ നമസ്കാരം നിർവഹിക്കുകയാണ് എങ്കിൽ ബനു ഇസ്മായിലിൽപ്പെട്ട അഥവാ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം നിനക്ക് ലഭിക്കും. അതേപോലെ തന്നെ നീ സഫയുടെയും മർവയുടെയും ഇടയിൽ സഅയ് നടത്തുന്നതിലൂടെ 70 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നിനക്കുണ്ട്. 70 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം നിനക്ക് ലഭിക്കും. അതേപോലെ തന്നെ നീ അറഫയിൽ നിൽക്കുകയാണ് എങ്കിൽ അറഫയിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു തൻ്റെ മലക്കുകളോട് അറഫയിൽ നിൽക്കുന്ന അടിമകളെ കുറിച്ച് പറയും, അഭിമാനം പറയും. അവരെൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു, അവർ പൊടി പിടിച്ചിട്ടുണ്ട്, അവരുടെ ശരീരത്തിലൊക്കെ ചെളിയുണ്ട്, പൊടിയുണ്ട്, യാത്ര ചെയ്ത് വന്നവരാണവർ, അവരെൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചു കൊണ്ട് വന്നവരാണ്, അവരെൻ്റെ പാപമോചനം പ്രതീക്ഷിച്ചു കൊണ്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ റമൽ, മണൽത്തരികളുടെ അത്രയും പാപങ്ങൾ അവർക്കുണ്ട് എങ്കിലും അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴത്തുള്ളികളുടെ അത്രയും പാപങ്ങൾ അവർക്കുണ്ടെങ്കിലും, കടലിലെ തിരമാലയുടെ നുരയോളം പാപങ്ങളുണ്ട് എങ്കിലും ലഗഫറഹ, ഞാനതെല്ലാം അവർക്ക് പുറത്തു കൊടുക്കും, ആ പാപങ്ങളെല്ലാം അവർക്ക് പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ ആ അടിമകളോട് അല്ലാഹു പറയുമെന്നാണ്, നിങ്ങൾ മടങ്ങിക്കോളൂ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി. അതേപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശവുമായി നിങ്ങൾ മടങ്ങി പോവുക, അറഫയിൽ നിന്ന് നിങ്ങൾ പോവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ജംറകളിൽ കല്ലെറിയുന്നതിലൂടെ ഓരോ കല്ലേറിനും ഒരു മൂബിഖാത്തൊരു വൻ പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വൻ പാപം അല്ലാഹു പുറത്തു തരുമെന്നാണ്. അതേപോലെ തന്നെ ബലിയെറുക്കുക എന്നുള്ളത് റബ്ബിന്റെ അടുക്കൽ നമുക്കുള്ളൊരു സൂക്ഷിപ്പ് സ്വത്താണ്. വലിയ പ്രതിഫലമാണ് അതിലൂടെ ലഭിക്കുന്നത്. ബലിയെറുക്കുന്നതിലൂടെ, നമ്മുടെ മുടി നമ്മൾ കളയുന്നതിലൂടെ, മുണ്ടനം ചെയ്യുന്നതിലൂടെ ഓരോ മുടിയുടെയും ആ എണ്ണമനുസരിച്ച് നന്മകൾ രേഖപ്പെടുത്തുകയും തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. അതേപോലെ തന്നെ തവാഫ് ചെയ്യുന്നതിലൂടെ, നമ്മൾ കാബയെ തവാഫ് ചെയ്യുന്ന ആ കർമ്മം നിർവഹിക്കുന്നതിലൂടെ പിന്നെ നമ്മുടെ മേൽ പാപങ്ങളില്ല എന്നാണ്. നമ്മുടെ മേൽ പാപങ്ങളില്ല. ഒരു മലക്ക് വന്നുകൊണ്ട് നമ്മുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുമെന്നാണ്, ഇനി നീ പ്രവർത്തിച്ചോളൂ, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് മലക്ക് നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരു ഹജ്ജ് ചെയ്യുന്ന മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലമാണിത്. അയാളുടെ സ്ഥാനം അതായിരിക്കും. നോക്കൂ നിങ്ങൾ, ഹജ്ജിന്റെ യാത്ര ആരംഭിച്ചത് മുതൽ അവന്റെ അവസാനത്തെ കർമ്മമായ തവാഫുൽ ഇഫാദ വരെയുള്ള കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം, മഹത്തായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് നേടിയെടുക്കണം നമ്മൾ. അതിനെന്ത് വേണം? ഹജ്ജ് ചെയ്യാൻ നമ്മൾ ധൃതി കാണിക്കണം. ഹജ്ജ് ചെയ്യാൻ നമ്മൾ വൈകിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ എൻ്റെ സഹോദരികളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ശേഷി ഉണ്ടായിട്ട്, കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്തവരായിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ഹജ്ജ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഹജ്ജിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഹാജിമാരായ ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട് എങ്കിൽ ദുൽഹിജ്ജ 8 മുതൽ ദുൽഹിജ്ജ 13 വരെയുള്ള സമയം, ആ സമയത്തിന്റെ ഇടയിൽ എന്തൊക്കെയാണ് ഒരു ഹാജി ചെയ്യേണ്ടത്, എന്തിൽ നിന്നൊക്കെ ഒരു ഹാജി മാറി നിൽക്കണം, ഇത് കൃത്യമായി പഠിക്കണം. ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കണം. ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണത്. പ്രവാചക തിരുമേനി എങ്ങനെയാണ് ഹജ്ജ് ചെയ്യുക എന്ന് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ ഹജ്ജ് ചെയ്യാൻ ഹാജിമാരായ ആളുകൾ ശ്രദ്ധിക്കണം. അബദ്ധങ്ങളില്ലാതെ, തെറ്റുകളില്ലാതെ പരിപൂർണമായി റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ഹജ്ജ് ചെയ്യണം. ഹജ്ജ് എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഹജ്ജിലെ ഇബാദത്തുകൾ, ഹജ്ജിലെ കർമ്മങ്ങൾ അത് ലളിതമാണ്, എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കാൻ ഹജ്ജിലില്ല, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ദുൽഹിജ്ജ 8 അന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഒരു തമത്തുവായി ഹജ്ജ് ചെയ്യുന്നയാള് എവിടെയാണോ അയാൾ ഉള്ളത് അവിടെ വെച്ച് അയാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അങ്ങനെ അവൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മിനയിൽ രാപ്പാർത്ത് അവിടെ അന്നത്തെ ദിവസം അവൻ താമസിക്കും. അവിടെയുള്ള നമസ്കാരങ്ങൾ ഖസ്റാക്കി അതാത് സമയങ്ങളിൽ ചുരുക്കി നമസ്കരിക്കുകയുമാണ് അവൻ ചെയ്യേണ്ടത്. പിന്നീട് പ്രത്യേകിച്ചുള്ള ആരാധനകളൊന്നും ദുൽഹിജ്ജ 8 മനസ്സിലായില്ലേ?
ദുൽഹിജ്ജ 8 ഹജ്ജ് തുടങ്ങുന്നയെന്ന് മറ്റാരാധനകളില്ല. ദുഹാ സമയത്തിന് ശേഷം അവൻ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നു എന്ന നിയത്ത് നാവ് കൊണ്ട് പറഞ്ഞ് അവൻ ഹജ്ജിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് അവൻ നമസ്കാര സമയമാകുമ്പോൾ ഖസ്റാക്കി, അത് മക്കക്കാരനായാലും ശരി, മിനയിലാണോ അവനുള്ളത്, മിനയിലുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഖസ്റാക്കി നമസ്കരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അങ്ങനെ അവൻ അവിടെ നിന്ന് നമസ്കരിക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ തൽബിയത്ത് ചൊല്ലി ദിക്റുകൾ നിർവഹിച്ച് ഖുർആൻ പാരായണം ചെയ്തവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ പാപമോചനം തേടി അവന്റെ സമയം വിനിയോഗിക്കുന്നു. തൊട്ടടുത്ത ദിവസം അറഫയാണ്. ദുൽഹിജ്ജ 9 അറഫയാണ്. അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അറഫയിൽ നിന്നവന് ഹജ്ജ് ലഭിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സൂര്യോദയത്തിന് ശേഷം ഹാജിമാര് മിനയിൽ നിന്ന് അറഫയിലേക്ക് യാത്ര തിരിക്കും. അറഫയിൽ പോയി അവർ നിൽക്കും. അവിടെ അറഫ പ്രഭാഷണം ഉണ്ടാകും. അത് കേൾക്കാൻ, അത് ശ്രവിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെയൊക്കെ ടെന്റുകളിൽ അതിനുള്ള സൗകര്യമുണ്ടാകും. ആ അറഫ പ്രഭാഷണത്തിന് ശേഷം ളുഹുറും അസറും ജമ്മും ഖസ്റുമായി കൊണ്ട് എന്ത് ചെയ്യും? വിശ്വാസികളായ ആളുകൾ നമസ്കരിക്കും. പിന്നെ അവർ പ്രാർത്ഥനയിൽ മുഴുകും. പ്രാർത്ഥനയുടെ ദിവസമാണ് അറഫ എന്നുള്ളത്. അറഫയിൽ വെച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹാജിമാരായ ആളുകൾ അറഫയെ ഉപയോഗപ്പെടുത്തണം. അറഫയിലെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. മഹ്ശറിലാണ് ഏറ്റവും വലിയ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമെന്ന് നമുക്കറിയാം. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംഗമിക്കുന്ന ഭൂമി ഏതാ? അറഫയാണ്. വെള്ള വസ്ത്രം ധരിച്ച്, പുരുഷന്മാർ 2 വസ്ത്രങ്ങൾ ധരിച്ച്, തുന്നലില്ലാത്ത ഇഹ്റാമിന്റെ വേഷം ധരിച്ച് അവരങ്ങനെ അറഫയിൽ നിറഞ്ഞൊഴുകും. അവിടെ വെച്ച് പ്രാർത്ഥിക്കണം വിശ്വാസികളായ ആളുകൾ. ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന വേദനകളുണ്ട്, യാതനകളുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, റബ്ബ് സ്വീകരിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് അറഫയിൽ നമ്മൾ പ്രാർത്ഥനയാണ് നടത്തേണ്ടത്. അറഫയുടെ സന്ദേശം തന്നെ തൗഹീദിന്റെ സന്ദേശമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശമാണ്. നബി അറഫയിൽ വെച്ചാണ് ഈ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഈ ദീന് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ചത്. ഈ ദീനിന്റെ അസിൽ എന്താണ്? അത് തൗഹീദാണ്. ഹജ്ജിന്റെ അസിൽ എന്താണ്? അടിസ്ഥാനം എന്താണ്? തൗഹീദാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല റബ്ബേ, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരമേകി ഇതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. നോക്കൂ നിങ്ങൾ, തൗഹീദാണ് ഹജ്ജിന്റെ സന്ദേശം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, ആ സന്ദേശമാണ് ഹജ്ജിലൂടെ വിശ്വാസി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറഫയിൽ നോക്കൂ നിങ്ങൾ, ബുദ്ധിമുട്ടുള്ള ആരാധനകളില്ല, പ്രയാസമുള്ള കാര്യങ്ങളിൽ അവിടെ പ്രാർത്ഥനയുണ്ട്, ചെറിയ പ്രാർത്ഥനയാണ്. അങ്ങനെ ഹാജി അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ മുസ്ദലിഫയിലേക്ക് പോകും. മുസ്ദലിഫയിൽ എത്തിയാണ് അവൻ മഗ്രിബും ഇശാഉം നമസ്കരിക്കുന്നത്. മുസ്ദലിഫയിൽ അവൻ രാപ്പാർക്കും. ആകാശമേൽക്കൂരയുടെ സുരക്ഷിതത്വം മാത്രമുള്ള ആകാശത്തിന്റെ ചുവട്ടിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ അവർ മുസ്ദലിഫയിൽ രാപ്പാർക്കും. അതാണ് ഹജ്ജിന്റെ കർമ്മം. അങ്ങനെയാണ് ദുൽഹിജ്ജ 9 അന്ന് രാത്രി, അറഫ കഴിഞ്ഞാൽ തൊട്ടടുത്ത രാത്രിയിൽ അങ്ങനെയാണ് ഹാജിമാർ കഴിച്ചുകൂടേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് അവര് ടെന്റിലേക്ക് മടങ്ങും. ദുൽഹിജ്ജ 10 അന്ന് ഹജ്ജുൽ അക്ബർ, 10 അന്ന് അവർ ടെന്റിലേക്ക് മിനയിലേക്ക് മടങ്ങും. വേണമെങ്കിൽ നേരിട്ടും പോയി എന്ത് ചെയ്യാം? ജംറകളിൽ കല്ലെറിയാം, തവാഫ് ചെയ്യാം, മുടി കളയാം, അതേപോലെ തന്നെ ബലിയറുക്കാം. ഹജ്ജുൽ അക്ബർ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസേന അത് ദുൽഹിജ്ജ 10 എന്നാണ്. ലോകത്തുള്ള വിശ്വാസികൾക്ക് പെരുന്നാൾ അന്നാണ്. ഹാജിമാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ. എന്താ കർമ്മം? ഒന്ന് തവാഫ് ചെയ്യണം, ജംറത്തുൽ കുബ്രയിൽ കല്ലെറിയണം, അതേപോലെ തന്നെ മുടി കളയണം, ബലിയറുക്കണം. ഇന്നതൊക്കെ പ്രയാസമുള്ള കാര്യമല്ല. ബലിയറുക്കാനൊക്കെ സർക്കാർ ഇതിന് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജംറകളിൽ ജംറയിൽ കല്ലെറിയണം, ജംറത്തുൽ കുബ്രയിൽ ഏറ്റവും വലിയ ജംറയിൽ അന്ന് കല്ലെറിയണം, അതേപോലെ തന്നെ മുടി കളയണം, തവാഫ് ചെയ്യണം. ഇതാണ് ഹാജിമാരന്ന് ചെയ്യേണ്ടത്. പിന്നെ അവർ മടങ്ങി വരും മിനയിൽ. പിന്നെ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. 11, 12, 13 ദിവസങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക. 12 അന്ന് വേണമെങ്കിൽ കല്ലേറ് കഴിഞ്ഞാൽ, ജംറകളിലുള്ള ഏറ് കഴിഞ്ഞാൽ ഹാജിമാരായ ആളുകൾക്ക് മടങ്ങുന്നതിന് തടസ്സമില്ല. എന്നാൽ 13 അന്നുകൂടെ നിന്ന് പൂർത്തീകരിച്ച് മടങ്ങുന്നതാണ് നല്ലത്. ഇത്രയുള്ളൂ ഹജ്ജിന്റെ കർമ്മങ്ങൾ. ഈ ഹജ്ജ് ചെയ്യാനാണ് വിശ്വാസികൾ പരിശുദ്ധമായ മക്കയിൽ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു അവർക്ക് ഹജ്ജ് എളുപ്പമാക്കി കൊടുക്കട്ടെ. ഹജ്ജ് ചെയ്യാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബ് നമ്മുടെ ദുആ കേൾക്കും,
റബ്ബ് നമുക്ക് അവസരം നൽകും. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഹജ്ജിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ഉള്ളത് ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ മാസത്തിന്റെ പ്രാധാന്യവും പവിത്രതയും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നബി പറഞ്ഞു, അഫ്ദലു അയ്യാമി ദുനിയ അയ്യാമുൽ അശർ. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാ? അത് നമ്മളിപ്പോഴുള്ള ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വൽ ഫജ്രി വലയാലിൻ അശ്ർ. വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ മുറാദു ബിഹാ അശ്റു ദുൽഹിജ്ജ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ 10 ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മൾ ഇതിൽ നമസ്കരിക്കുന്നതിന്, നമ്മൾ ഈ ദിവസങ്ങളിൽ ദിക്ർ ചൊല്ലുന്നതിന്, നമ്മൾ ഈ ദിവസത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതിന്, നമ്മൾ ഈ ദിവസത്തിൽ സ്വതക്ക കൊടുക്കുന്നതിന്, എന്ത് സൽക്കർമ്മം ചെയ്യുന്നോ ആ സൽക്കർമ്മങ്ങൾക്ക് മഹത്വമുണ്ട്, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ടായത്, ശ്രേഷ്ഠതയുണ്ടായത്? പണ്ഡിതന്മാര് പറഞ്ഞു, എല്ലാ ആരാധനകളും സംഗമിക്കുന്ന, എല്ലാ ആരാധനകളും സമ്മേളിക്കുന്ന സമയമാണ് ഏത്? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. അതിൽ നോമ്പുണ്ട്, അതിൽ നമസ്കാരമുണ്ട്, അതിൽ ഐച്ഛികമായി സാധാരണ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. എന്നാൽ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്നത് ഏത് സമയത്ത് മാത്രമാണ്? ദുൽഹിജ്ജയിലാണ്. അല്ലെ, ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹിജ്ജ 8-നാണ്. ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ്. അപ്പൊ ഈ 10 ദിവസങ്ങളിൽ എല്ലാ ആരാധനകളും സമ്മേളിക്കുന്നു. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് കൊടുക്കുക, അതേപോലെ തന്നെ സ്വതക്ക കൊടുക്കുക, അതേപോലെ തന്നെ ഹജ്ജ് എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ ഇബാദത്തും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്തിന് പ്രത്യേകതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. സലഫുകളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവർ ഈ ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗിച്ച ആളുകളാണ്. വകാന സഈദ് ബിൻ ജുബൈർ ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യഖാദു യഖ്ദിറു അലൈഹി. തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ്, തനിക്ക് അങ്ങേയറ്റം പ്രയാസപ്പെടുമാർ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഈ അയ്യാമുൽ അശ്രിൽ അഥവാ ഈ 10 ദിവസങ്ങളിൽ ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയിരുന്നു മഹാനായ സഈദ് ബിൻ ജുബൈർ എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ചില ആരാധനകൾ വർദ്ധിപ്പിക്കണം. നമസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കണം, നോമ്പിന്റെ വിഷയം ശ്രദ്ധിക്കണം. അറഫയിൽ നോമ്പുണ്ട് അല്ലെ? അറഫ ദിവസം ദുൽഹിജ്ജ 9-നാണ് അറഫ. ആ ദുൽഹിജ്ജ 9-ന്റെ അന്ന് നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എപ്പോഴാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്? നമ്മൾ എപ്പോഴാണ് നോമ്പ് നോൽക്കേണ്ടത്? വിശ്വാസികളായ ആളുകൾ അറഫയിൽ സമ്മേളിക്കുന്ന സമയത്താണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുടെ ശരിയായ അഭിപ്രായമല്ല. എന്നാണോ ദുൽഹിജ്ജ 9, നമുക്കെന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത്. പ്രത്യേകം മനസ്സിലാക്കണം. എന്നാണോ നമുക്ക് ദുൽഹിജ്ജ 9 അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറഫ നോമ്പ് നോൽക്കേണ്ടത്. കാരണം എന്താ? ദുൽഹിജ്ജ 9-നാണ് അറഫ, ദുൽഹിജ്ജ 8-നല്ല. ദുൽഹിജ്ജ 8-നല്ല, ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അല്ലാതെ മക്കയിൽ ഹാജിമാര് അവര് അറഫയിൽ സമ്മേളിക്കുന്ന സമയത്ത് തന്നെയാണ് അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന് വാദിക്കുന്ന, എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ അബദ്ധമുണ്ട്. കാരണം എന്താ? ഹാജിമാര് മക്കയിൽ അറഫയിൽ നിൽക്കുന്ന സമയത്ത്, അവര് ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുന്ന സമയത്ത് രാത്രിയുള്ള പ്രദേശങ്ങളുണ്ട് അല്ലേ? രാത്രിയുള്ള പ്രദേശങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവരെപ്പോഴാണ് നോമ്പ് നോക്കുക? അവരെങ്ങനെ നോമ്പ് നോൽക്കുക? അവരൊരിക്കലും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയവുമായി അവരുടെ സമയം യോജിച്ചു വരുന്നില്ല. അപ്പൊ എങ്ങനെ അവർ നോമ്പ് നോൽക്കുക? അതുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ മതമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ വ്യക്തതയുള്ളതാണ്. ഇസ്ലാം പഠിപ്പിച്ചെന്താ? അറഫ നോമ്പ് നോൽക്കേണ്ടത് ദുൽഹിജ്ജ 9-നാണ്. ആ ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറഫ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. ആ നോമ്പിന് വലിയ പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് വേണമെങ്കിൽ ദുൽഹിജ്ജയിലെ 9 ദിവസം നോമ്പ് നോൽക്കാം. 1 മുതൽ 9 വരെയുള്ള ദിവസവും നോമ്പ് നോൽക്കാം. 10-ന്റെ അന്ന് നോക്കാൻ പാടില്ല, 11-ന്റെ അന്ന് നോക്കാൻ പാടില്ല, 12-ന്റെ അന്ന് നോക്കാൻ പാടില്ല, 13-ന്റെ അന്ന് നോക്കാൻ പാടില്ല. എന്തുകൊണ്ടാ? അത് അയ്യാമു തശ്രീഖിന്റെ ദിനമാണ്. പെരുന്നാളിന്റെ 2 പെരുന്നാളിന്റെ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്. തീറ്റയുടെയും കുടിയുടെയും സമയമാണ്. അതുകൊണ്ട് അന്ന് നോമ്പ് നോക്കാൻ പാടില്ല. എന്നാൽ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ വേണമെങ്കിൽ നോമ്പ് നോൽക്കാം. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏത് വിഷയത്തിൽ
ആ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന എന്താ, ഈ സമയത്ത് പൊതുവെ എന്ത് ചെയ്യാം, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അനുവദനീയമായ ഏത് സൽക്കർമ്മവും നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്നതുകൊണ്ട് എന്തില്ല, വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിരുന്നു എന്ന് പറയുന്ന ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് ഈ സമയത്തുണ്ട്, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വർദ്ധിപ്പിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അവരൊക്കെ അങ്ങാടിയിലേക്ക് പോകുന്ന, അവർക്ക് സാധനം വാങ്ങാനൊന്നുമില്ല, അവർക്ക് കച്ചവടം നടത്താനൊന്നല്ല അവർ പോകുന്നത്, മറിച്ച് അവർ തക്ബീറുകൾ ചൊല്ലും, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ. പുണ്യമുള്ള കാര്യമാണ്, അത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അവർ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ അങ്ങാടികളിൽ പോയി തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മൈമൂൻ ഇബ്നു മിഹ്റാൻ അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജനങ്ങൾ ഈ അവസാനത്തെ ഈ 10 ദിവസങ്ങളിൽ അവരെ ജനങ്ങളെ ഞാൻ കണ്ടെത്തി, അവര് ഉറക്ക തക്ബീർ ചെല്ലുന്ന ആളുകളായിട്ട്, മനസ്സിലായില്ലേ, അവര് വളരെ ശക്തമായി തക്ബീർ ചെല്ലുന്ന, നല്ല ഉറക്ക ശബ്ദത്തിൽ തക്ബീർ ചെല്ലുന്ന ആളുകളായി കണ്ടു എന്നൊക്കെ പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഉദുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. ഉദുഹിയ്യത്ത്, ബലിയറുക്കുക എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നടക്കേണ്ട ആരാധനയാണ്. അതുകൊണ്ട് അതിനും നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താനാണ്. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും നല്ല നിലയിൽ ഹജ്ജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹജ്ജിന് അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നന്മയിൽ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ രോഗം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.